മുസ്ലിം ലീഗിൽ രാജ്യസഭാ സീറ്റിനെ കുറിച്ചുള്ള ചർച്ച സജീവമാകുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, യൂത്ത് ലീഗ് നേതാവ് ഫൈസൽ ബാബു എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ ഉള്ളത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ കേന്ദ്രത്തിലെത്താൻ PK കുഞ്ഞാലിക്കുട്ടിയും ശ്രമിക്കുന്നതായാണ് വിവരം. ജൂലൈയിൽ ഒഴിവ് വരുന്നൊരു സീറ്റ് മുസ്ലിം ലീഗിനെന്ന UDF-ലെ ധാരണയ്ക്ക് പിന്നാലെയാണ് രാജ്യസഭയിലേക്ക് ആരയക്കുമെന്ന കാര്യത്തിൽ ലീഗിൽ സജീവ ചർച്ച. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂരങ്ങാടി PMA സലാം ആവശ്യപ്പെട്ടെങ്കിലും സീറ്റ് നൽകിയിരുന്നില്ല. പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി. സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് മറികടന്ന് സലാമിന് നറുക്കുവീഴുമോ എന്നതാണ് കാണേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ പരിഗണിച്ചില്ലെന്ന പരാതി യൂത്ത് ലീഗിനുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാജ്യസഭയിലേക്ക് ഫൈസൽ ബാബുവിനെ പരിഗണിക്കുന്നത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ സഖ്യകക്ഷി എന്ന നിലയിൽ ഭരണ പ്രാതിനിധ്യം ലഭിക്കാനുള്ള സാധ്യതയും ലീഗ് തള്ളുന്നില്ല. കഴിഞ്ഞ UPA ഗവൺമെന്റിലൊക്കെ നമുക്ക് അതിൻ്റെതായുള്ള പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്. മന്ത്രിസഭ വരികയാണെങ്കിൽ ഇത്തവണയും കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ മുന്നണി ഭരണം പിടിച്ചാൽ ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ PK കുഞ്ഞാലിക്കുട്ടിക്കും താല്പര്യമുള്ളതായാണ് വിവരം. അല്ല, ഇപ്പൊ ആ വിഷയം ആലോചിച്ചിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെ ആരാണെന്നുള്ള സമയമാകുമ്പോൾ തങ്ങൾ പറയും. രാജ്യസഭയിലേക്ക് ഇത്തവണ ഒരു യുവ പ്രതിനിധി അയക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ഇതോടൊപ്പം PMA സലാമിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളുടെ പേരും ഉയർന്നു കേൾക്കുമ്പോൾ അന്തിമ തീരുമാനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ തന്നെയായിരിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ കേന്ദ്രത്തിലേക്ക് ഈ ഒരു രാജ്യസഭാ സീറ്റിനെ ഏണിയാക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ മുന്നോട്ട് വരുമോ എന്നതിലും രാഷ്ട്രീയ കൗതുകം ബാക്കിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത് തൂർക്കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.